പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ NSS യൂണിറ്റ് അംഗങ്ങൾ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. കോഴിക്കോട് കണ്ണാടിക്കലെ വടക്കേ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവമാണ് നടത്തിയത്. നേരത്തെ ഇങ്ങനെയായിരുന്നു കണ്ണാടിക്കൽ വടക്കേ വയലിന്റെ സ്ഥിതി. അരയാളുയരത്തിൽ പുല്ലും കാടും നിറഞ്ഞ ക്ഷുദ്രജീവികളുടെ താവളം. ഇന്ന് വടക്കേ വയലിന്റെ സ്ഥിതിയാകെ മാറുകയാണ്. പുന്നെല്ലിന്റെ സുഗന്ധം വീണ്ടും പരക്കുന്നുണ്ട് വയലിന്റെ പരിസരത്ത്. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ 100ഓളം NSS യൂണിറ്റ് അംഗങ്ങളാണ് വടക്കേ വയലിൽ നെൽകൃഷി വീണ്ടും എത്തിച്ചത്. പ്രദേശത്തെ കർഷകരാണ് NSS യൂണിറ്റ് അംഗങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുന്നത്. കാർഷിക വകുപ്പും നെൽകൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളുമായി ഒപ്പമുണ്ട്. വടക്കേ വയലിൽ 1.5 ഏക്കർ സ്ഥലത്ത് ചെയ്ത നെൽകൃഷി ഇപ്പോൾ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള മട്ടത്രിവേണിയും ഉമയും അന്നപൂർണയുമെല്ലാം 100 മേനി വിളവാണ് നൽകിയത്. പുസ്തകവും പേനയും പിടിച്ചിരുന്ന കയ്യിൽ നെല്ലിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ സത്യമായിട്ട് എല്ലാവരുടെയും മനസ്സിലൊരു ആത്മാഭിമാനം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നെല്ല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നെൽകൃഷി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഭാഗമായിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ ഞാർ നടാനാണെങ്കിലും എല്ലാത്തിലും കൂടി കുറച്ച് മുന്നേ വരെ ഞങ്ങൾ ഓരോരുത്തരും എത്തി ചളിയിലേക്ക് ഇറങ്ങുമ്പോൾ പോലും ഒരാൾക്കും ഒരു മടിയോ ചളിയോടുള്ള ഒരു മടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഞങ്ങൾ എല്ലാ NSS വോളണ്ടിയേഴ്സും ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ഒരേപോലെയുള്ള കയ്യും മെയ്യും മറന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കൊയ്ത്തിന് ഭാഗമായ നെൽകൃഷി വിളവെടുപ്പ് ഉത്സവമായാണ് കൊയ്തെടുക്കുന്നത്. പ്രദേശത്തെ ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരുമെല്ലാം നെല്ല് കൊയ്യുന്നതിന് NSS അംഗങ്ങൾക്കൊപ്പമുണ്ട്. ആദ്യ കൃഷി തന്നെ വലിയ വിജയമായതോടെ വരും വർഷങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കാൻ ആണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.